പൂക്കുളത്തെ അഗ്രി ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ചുള്ളിയിലെ നേഴ്സറിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചുള്ളിയ വരുന്നത് കർണാടകയിലാണ്. ഞാൻ ഇതിന് മുന്നേ നമ്മുടെ പലതവണ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മറ്റ് നേഴ്സറികൾ, അതായത് നമ്മുടെ ബ്രാഞ്ചുകൾ വരുന്നത് ഒന്ന് ചെറുപുഴയും ഒന്ന് ചുള്ളിയും. അപ്പോൾ ചുള്ളിയിലെ നേഴ്സറിയാണിത്. ഇത് ചുള്ളിയിൽ നിന്നൊരു 8 കിലോമീറ്റർ മാറി ബാംഗ്ലൂർക്ക് പോകുന്ന വഴി, അതായത് ബാംഗ്ലൂർ ഹൈവേയിലാണ് നമ്മുടെ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മൾ തുടങ്ങിയിട്ടൊരു ഇക്കൊല്ലം തുടങ്ങിയതാണ്. ഇക്കൊല്ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ കൂടുതലും നമ്മളെ ബഡ്വുഡ് എല്ലാം നമ്മൾ ആക്കിയിട്ട് നമ്മൾ റബ്ബറെല്ലാം അടുത്ത കൊല്ലം നമ്മൾ കുറച്ച് കൂടുതൽ ആക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പം നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ വേണം. അപ്പം അതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ ഇവിടെ സ്ഥലം നമ്മൾ എടുത്ത് നേഴ്സറി കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. നമുക്ക് ബഡ്വുഡ് ചെയ്യാൻ ഇവിടെ കുറേ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബഡ്വുഡെല്ലാം നമ്മൾ ഇപ്പം ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ നേഴ്സറി ചുറ്റി കാണിക്കുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ റോഡ് നേരെ അങ്ങോട്ടേക്ക് പോയാൽ മാംഗ്ലൂരാണ്. മാംഗ്ലൂർ ഇവിടുന്ന് ഒരു 90 കിലോമീറ്റർ ഉണ്ട്. 90 കിലോമീറ്റർ ഒരു 2-2.5 മണിക്കൂർ എടുക്കും നമ്മൾ ഇവിടുന്ന് സ്ട്രേറ്റ് മാംഗ്ലൂർ. ഇങ്ങോട്ടേക്ക് ബാംഗ്ലൂർക്ക് കിലോമീറ്റർ ഒരു 10-300 കിലോമീറ്റർ വരും. 10-300 കിലോമീറ്റർ അടുത്തുണ്ട് ഈ റോഡ് സ്ട്രേറ്റ് ബാംഗ്ലൂർ. അതേപോലെ തന്നെ ഈ റോഡ് ഒരു 1 മണിക്കൂർ പോയാൽ നമ്മൾ മടിക്കേരി ടൗൺ എത്തും. മടിക്കേരിന്ന് ടൗണിൽ നിന്ന് റൈറ്റ് എടുത്ത് പോയാൽ കൂർഗ്, വിരാജ്പേട്ട അങ്ങനെ നമുക്ക് പോകാൻ സാധിക്കും. ഇവിടെ നിന്നൊരു കുറച്ച് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞൊരു ചുരം, ആ ചുരം കുറച്ച് ലോങ്ങാണ്. ആ ചുരം കയറി എത്തുന്നത് നമ്മൾ മടിക്കേരി ടൗണിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മുടെ ഇവിടുത്തെ പൂക്കുളത്തെ അഗ്രി ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റോട്ടിൽ നിന്ന് നമ്മുടെ നേഴ്സറിയുടെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ഈ സ്ഥലം നമ്മൾ ലീസിനെടുത്തതാണ്. ഒരു 2-2.5 ഏക്കറുണ്ട്. നമ്മുടെ വൈപ്പിരുന്ന നേഴ്സറിയിൽ നമ്മൾ ഇന്ന് വെളുപ്പിന് പോന്നു. ഇന്നലെ വൈകുന്നേരം നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം കയറ്റിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ പിക്കപ്പും കൊണ്ടാണ് വന്നത്. അപ്പം ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ തീരുന്നതനുസരിച്ച് നമ്മൾ അവിടുന്ന് വരുമ്പം അതേപോലെ വണ്ടി കയറ്റി കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ബാവേട്ടൻ ഇവിടെ ഉണ്ട്. ബാവേട്ടൻ 3-4 ദിവസമായില്ലേ ബാവേട്ടൻ ഇവിടെ ഉണ്ടായിട്ട്? 3-4 ദിവസമായിട്ട് ബാവേട്ടൻ ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ടാണ് വന്നത്. നമ്മുടെ മധുവേട്ടൻ പപ്പയുടെ സുഹൃത്താണ്. ഇവിടെ കുറച്ച് കുറച്ച് വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മധുവേട്ടൻ വന്ന് ആ പണികളൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ വാഴക്കന്ന് കുറച്ച് ഇവിടെ അധികം പോകാറൊന്നുമില്ല. ഇവിടെ പോകുന്നതനുസരിച്ച് നമ്മൾ വാഴക്കന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറുണ്ട്. ഇതാണ് നമ്മുടെ ഓഫീസ്. ഇവിടെ ഈ ചട്ടി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ബെഞ്ച് കാര്യങ്ങൾ, പിന്നെ ഇവിടെ കുറച്ച് വളവും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഈ ഭാഗത്ത് പോകുന്ന മൂവിങ് ഉള്ള കുറച്ച് വളങ്ങൾ കാര്യങ്ങളെല്ലാം കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ കവുങ്ങ് കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. കവുങ്ങ്, തെങ്ങ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഭാഗത്ത്. ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ സ്റ്റാഫ്. ഇവർ രണ്ടുപേരും ഇവിടുത്തെ ലോക്കൽസ് തന്നെയാണ്. കന്നഡ അറിയുന്നവരാണ്. നമ്മളിവിടെ നേഴ്സറി തുടങ്ങുമ്പം കന്നഡ അറിയുന്നവരെ നിർത്തിയിട്ടേ കാര്യമുള്ളൂ. പക്ഷെ അതുപോലെ മലയാളം പറഞ്ഞ് ചെറുതായിട്ട് ഒപ്പിക്കാൻ പറ്റും. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മലയാളത്തിൽ തന്നെയാണ്. അത്യാവശ്യമൊക്കെ അറിയാം. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഭാഗം ഇതാണ്. ഇവിടെ വള്ളിത്തല, പന്നിയൂര്, കരിമുണ്ട, കാപ്പിത്തൈ, പിന്നെ അല്ലറ ചില്ലറ ചെടികൾ, ഈ ഭാഗം ഫ്രൂട്ട്സ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നേഴ്സറിയുടെ കാഴ്ചകൾ. ഇനി ബാക്കിലേക്ക് കുറച്ച് സ്ഥലങ്ങൾ കാര്യങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ കാണിക്കാം. ഇതാണ് നമ്മുടെ നേഴ്സറിയിലെ ബാക്ക് സൈഡ്. ഇതെല്ലാം ബഡ്വുഡാണ്. ഈ ബഡ്വുഡിൽ നിന്ന് കമ്പ് പറിച്ച് ആണ് നമ്മൾ റബ്ബർ തൈ ബഡ് ചെയ്യുന്നത്. അപ്പോൾ ബഡ്വുഡിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് കപ്പളങ്ങ തൈയും ഉണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അപ്പുറം കുറച്ച് തോട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. 3-4 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. അതുകൊണ്ട് ബാവേട്ടനൊന്നും അങ്ങനെ പണിയെടുക്കാനൊന്നും ആയിട്ടില്ല. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മഴയെല്ലാം നല്ലോണം ആയിക്കഴിഞ്ഞാൽ പണിയൊന്നും എടുക്കൽ അങ്ങനെ സാധിക്കില്ല. അപ്പം ഇതാണ് വാഴത്തോട്ടം. നിറയെ വാഴയുണ്ട്. ഇതെല്ലാം കുലയ്ക്കാനായി. അടുത്ത മാസം ഇത് കുലയ്ക്കും. ഇത് മൊത്തം നേന്ത്രനാണ് നമ്മൾ നട്ടിരിക്കുന്നത്. അടുത്ത മാസത്തേക്ക് കുറച്ചധികം കൊലകൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് അങ്ങ് വരെ ഉണ്ട്.
ഈ വാഴേൻ്റെ ഇപ്പുറത്ത് ഒരു തോടാണ്. ഒരു അത് മഴക്കാലത്ത് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. മഴയെല്ലാം പെയ്തങ്ങ് ആയി വരുന്നേ ഉള്ളൂ. അതിനോട് ചേർന്ന് കുറച്ച് അപ്പുറത്തെ ഭാഗം കുറച്ചങ്ങോട്ട് മാറണം. അതിൽ അങ്ങോട്ട് പോകാൻ വഴിയൊന്നുമില്ല. ആ തോട്ടിലെ ഇറങ്ങി എങ്ങാനും പോകണം. അപ്പുറത്ത് പുഴയാണുള്ളത്. ഇവിടെയാണ് നമ്മൾ മോട്ടർ കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. ഈ തോട്ടിൽ നിന്നാണ് നമ്മൾ വെള്ളമെടുത്ത് നമ്മുടെ നേഴ്സറി ആവശ്യത്തിന് നമ്മൾ നനയും പരിപാടിയൊക്കെ നന്നായിട്ട് വേണം. നമുക്ക് വേനൽക്കാലത്ത് അത്യാവശ്യം നല്ലോണം വെള്ളം വേണം. നമ്മൾ ഈ തോട്ടിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. മോട്ടർ അതിൻ്റെ ഇതാക്കാനുള്ള മോട്ടറാണ്. ഇവിടെ ഈ നവംബർ, ഡിസംബർ, ജനുവരി എല്ലാം നല്ല കിടിലൻ തണുപ്പാണ്. അതായത് ഈ നേഴ്സറി നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ നേഴ്സറിയിൽ ഇങ്ങനെ സെറ്റപ്പാക്കി എടുക്കാൻ കുറച്ച് മാസങ്ങൾ എടുത്തായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം നവംബർ, ഡിസംബർ, ജനുവരി ആ കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പപ്പയും ബാബുവേട്ടനെല്ലാം സ്ഥിരം ഇവിടെ തന്നെയായിരുന്നു. കാരണം ഈ അത്രയ്ക്കും പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മണ്ണിട്ട് നിരപ്പാക്കി പിന്നെ ഈ ഷീറ്റൊക്കെ കെട്ടി അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ ഡെയിലി ഇവിടെ തന്നെയായിരുന്നു. അപ്പം ആ സമയത്ത് തണുപ്പ് കാരണം ഇവർ വൈകുന്നേരം തീ കായുമായിരുന്നു. തീ കാഞ്ഞാണ് ഇവർ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അത്രയ്ക്കും തണുപ്പാണെന്നാണ് ഇവർ പറയുന്നത്. ആ സമയത്ത് ഞാൻ വന്നിട്ടില്ല. എനിക്ക് അവിടെ വീട്ടിലും കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് പകൽ വന്ന് ഉച്ചയാകുമ്പോൾ പോവും. അങ്ങനെയായിരുന്നു. അവിടെയാണ് നമ്മൾ റബ്ബർ തൈ വെച്ചിരിക്കുന്നത്. ഞാൻ അടുത്ത് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. 105, 430 എന്നീ ഇനത്തിൽപ്പെട്ട 2 റബ്ബർ തൈകൾ ഇവിടെയുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ സുള്ളിയിലെ നേഴ്സറി ചുറ്റി കാണിക്കാൻ ഉള്ളത്. ഇനി നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.